ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് യോഗയ്ക്ക് പോകാൻ നിൽക്കുക കേട്ടോ. ഇപ്പോൾ ടൈം 6 മണി കറക്റ്റാണ്. 6 മണിക്കാണ് ഞങ്ങൾ യോഗയ്ക്ക് പോകുന്ന ടൈം. അപ്പോൾ യോഗ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ യോഗയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് റോഡിൻ്റെ അവിടെ എത്താണ്ട് കുറച്ച് പോയാൽ മതി. പക്ഷേ ഒരുപാട് പോകാനൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഇടവഴിയിലൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അങ്ങനെ ഇതാ യോഗൻ്റെ സ്ഥലത്തെത്താനായിട്ടുണ്ട്. അതാ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ യോഗ ചെയ്യുന്നത്. ലേഡീസിന് വേറെയും ജെൻസിന് വേറെയൊക്കെയാണ്. യോഗ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന ഹരവാട്ടോ. യോഗ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. ലേഡീസ് മാത്രമാണ്. അപ്പോൾ പോരിന് വൈകുന്നേരം മാങ്ങ കിട്ടിയതാണ്. കോമാങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. ഒരുപാട് വർഷം ആയി തിന്നിട്ടും കോമാങ്ങ ഞങ്ങൾക്ക് ഈ വർഷം കിട്ടിയിട്ടില്ല. ഇവിടെ വീട്ടിൽ മാങ്ങ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാൻ. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഞാനെൻ്റെ വീട്ടിലെത്തിയതാണ്. ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. യോഗ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ആദ്യം മുറ്റടിച്ച് വരിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പം മുറ്റടിച്ച് വരാനുള്ള ഒരുക്കത്തിലാണ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ ജോലിക്കും ഇറങ്ങുള്ളൂ. ആദ്യം യോഗയ്ക്ക് പോയി വന്നതിൻ്റെ ശേഷം പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങും. പിന്നെ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങും കേട്ടോ അടുക്കളയ്ക്ക്. ഞങ്ങളെ വീടിനോട് തൊട്ട് ചാരി തന്നെ കർമൂസ മരമുണ്ട്. കർമൂസ കർമ്മത്തി ഒക്കെ പറയും ഇവിടെ പപ്പായക്ക്. അപ്പം മുറ്റടിച്ച് വരികയാണ്. യോഗ ചെയ്യണോണ്ട് തന്നെ മുറ്റടിച്ച് വരാൻ ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. മറ്റേത് എനിക്ക് ഭയങ്കര ഊരവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യോഗയ്ക്ക് പോയതിൻ്റെ ശേഷം മുറ്റടിച്ച് വരാനൊന്നും ഒരു പ്രശ്നം തോന്നണില്ല. പക്ഷേ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാണ്. ഇത് ഞങ്ങളെ വീട്ടിൽ പിന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ് കേട്ടോ. ഈ കോഴിക്ക് നല്ലൊരു ഹൈറ്റുള്ളൊരു കോഴിയാണ്. നല്ല ഹൈറ്റുണ്ട്. ഇത് ചെറിയ കുട്ടിയാണ്. അപ്പം ഇതിനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കോഴിനൊക്കെ വിട്ട് എല്ലാം പണി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറൽ വീട്ടിൻ്റെ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ്. നൈസ് പത്തിരി. ഞാൻ ഭക്ഷണം കുറച്ച് കുറക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. എന്നും വിചാരിക്കും വെയിറ്റൊക്കെ കുറക്കണമെന്ന്. പക്ഷേ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ തിന്നു പോകും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 2 ആളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി എടുത്ത് എന്നാലും ഉണ്ട് എനിക്ക് തിന്നാൻ മാത്രമൊക്കെ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കണം. ഇത് നൈസ് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരാളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഗ്രൂപ്പിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, യൂട്യൂബിൽ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. എത്ര കുറച്ച് പൊടി എടുത്താലും ഉണ്ടാവും. അത്യാവശ്യമൊക്കെ കഴിക്കാൻ മാത്രമല്ല അങ്ങേപ്പുറമൊക്കെ ആയിട്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ളൂ. പക്ഷേ എനിക്ക് ഈ രാവിലത്തെ പണികളൊക്കെ വേഗം തീർക്കണം. ഞാനിങ്ങനെ ഉറങ്ങി കിടക്കൊന്നുമില്ല. എനിക്ക് നേരത്തെ എണീറ്റ് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയ്ക്ക് വേഗം വരും. ഞാനങ്ങനെ കിടക്കണ സ്വഭാവം എനിക്കില്ല. അപ്പോൾ വേഗം പണികളൊക്കെ കഴിക്കണം. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ളും എനിക്ക് നേരം വൈകിക്കൊണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാ പണികൾക്കും ആദ്യം തന്നെ ഇറങ്ങും. എൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, പൊടിയിൽ വെളിച്ചെണ്ണ കൊഴിച്ചെടുത്താണ് കേട്ടോ കുഴക്കണത്.
എനിക്ക് തോന്നൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഈ പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പത്തിരിയാണ് ഒന്നുകൂടി എളുപ്പമുള്ളത്. പിന്നെ പുട്ടൊന്നും വല്ലാതെ ഒരു ഇഷ്ടമില്ല. പത്തിരി ആകുമ്പോൾ പിന്നെ നമുക്ക് തിന്നാനൊരു എളുപ്പമുള്ളൂ. അപ്പം നമുക്ക് പത്തിരികൾ വെക്കാം. അത് ചൂടായിട്ട് വേണം പത്തിരി ചുട്ടെടുക്കാൻ. അപ്പോൾ കല്ലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനല്ല ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇപ്പോൾ പിന്നെ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയുള്ള. ആദ്യമൊക്കെ വിറകൊക്കെ കത്തിച്ചിട്ടില്ലേനോ. പക്ഷെ എന്നാലും ഞാൻ ചോറൊക്കെ അടുപ്പുമ്മ തന്നെ വെക്കും. ബാക്കിയുള്ളതൊക്കെ ഗ്യാസുമ്മൽ വെക്കും. പിന്നെ ഇത് ബോട്ടിയാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്നലെ ഇതിൻ്റെ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് നന്നാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഇന്നലെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. ബോട്ടിക്ക് പൂളൊക്കെയാണ് ആവശ്യം. പക്ഷേ ഞാൻ പത്തിരി ഇട്ടിട്ടുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, നല്ല ടേസ്റ്റ് അതിന്. പിന്നെ ബോട്ടി വെച്ചതും നന്നായിട്ടുണ്ട്. ഞാൻ വെച്ചതായിട്ട് ഞാൻ പറയല്ല, പക്ഷെ വെച്ചത് നല്ല നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിരുന്നു കേട്ടോ മാങ്ങ ഉണ്ടായിട്ട്. പക്ഷേ അത് മുറിച്ച് നോക്കിയപ്പം കേടാണ്. അപ്പം ഞാൻ വേറെ ഒന്നുകൂടി എടുത്ത് കട്ട് ചെയ്ത് നോക്കിയതാണ്. അതിന് കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. ചെറിയൊരു ബ്ലാക്ക് കളർ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, കേടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റക്കല്ലേ, അപ്പോൾ ഒഴിവുള്ള നേരത്തൊക്കെ അങ്ങനെ എടുത്ത് തിന്നാലോ വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊന്ന് ഞാൻ പൊട്ടണ കുപ്പിയിലാട്ടോ നമ്മൾ എപ്പോഴും ഉപ്പിലിടാൻ നല്ലത്. ഗ്ലാസിൻ്റെ മറ്റേത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം നമ്മൾ ഉപ്പിലിട്ട് വെക്കരുത് ഒരു സാധനം. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച് ആറിയ വെള്ളമാണ് കേട്ടോ. ചൂടാറിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ സുർക്ക ഒഴിച്ചിട്ടില്ല. സുർക്ക ഒഴിക്കാതെ വെള്ളത്തിൽ മാത്രമാണ് ഉപ്പിലിടുന്നത്. പിന്നെ ഒരു മാങ്ങയും കൂടി ഉണ്ടായിന് കേട്ടോ. ഞാനത് എടുത്താണ്ട് ഉപ്പും മുളകും ഇട്ടാണ്ട് തിന്നാമെന്ന് വിചാരിച്ചതാണ്. പണ്ടൊക്കെ ഒരുപാട് തിന്നിന്. ഇപ്പോൾ ഒന്നും തിന്നാൻ കഴിയുന്നില്ല. ഭയങ്കര പുളി തോന്നുക, പല്ലൊക്കെ കണ്ട് പുളിച്ച് വരാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാങ്ങ അത്ര പുളി തോന്നിയില്ല. ഇതൊക്കെ ഇതായിരുന്നല്ലോ പഴുക്കാനായിട്ട്. അപ്പോൾ ഉച്ചക്കൊക്കെ ക്യാബേജ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ച്. അപ്പോൾ ക്യാബേജ് അരിഞ്ഞെടുക്കുകയാണ്. ഏതാ പണിയില്ല, ആളില്ല എന്ന് പറഞ്ഞാലും എടുക്കുമ്പോൾ എല്ലാം പണി തന്നെയാണ്. എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പറയും എന്താ ഇപ്പോൾ ഇത്ര എടുത്ത് പണി വീട്ടിൽ, നിങ്ങളാകെ കുറച്ച് ആളല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ചില ആൾക്കാർ പറയും ക്യാബേജ് ഇതുപോലെ വരുതാ നമ്മൾ കയ്യിൽ വെച്ചിട്ട് അരിഞ്ഞ് നോക്കേണ്ടി, അപ്പോൾ ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കയ്യിൽ വെച്ച് അരിഞ്ഞതിന് ഇത്ര പ്രത്യേക ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനിതിൽ ചമ്മന്തി അരച്ചിടണില്ല. എന്താണെന്ന് വെച്ചാൽ കറണ്ടില്ല. ഒന്നാമത്തെ കറണ്ടില്ല. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല അങ്ങനെ അരക്കണത്. അരക്കാതെ ഞാനിങ്ങനെ പച്ചമുളകും തേങ്ങ അതിലിട്ട് കുഴച്ചെടുക്കുക ചെയ്യുക. തേങ്ങയൊക്കെ പിന്നെ ഞാൻ നേരത്തെ ചിരകി വെക്കലാണ്, ഫ്രിഡ്ജിൽ വെക്കലാണ്. 2 തേങ്ങയൊക്കെ ചിരകിയിട്ട് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൈയിടരുത് കേട്ടോ. കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ കേട് വരും. നമ്മൾ സ്പൂൺ കൊണ്ട് ഇതേപോലെ എടുത്തെടുത്താൽ മതി. കൈയിട്ട് വാരിയാൽ പിന്നെ ആ തേങ്ങ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മാന്തളാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു മീനാണ് മാന്തൾ. ഇനിയിപ്പോൾ ഇതൊന്ന് പണിയാക്കാണ്ട്, അപ്പോൾ നമുക്കതൊന്ന് മുറിച്ചിട്ട് വരാം. എല്ലാവരും പറയും മാന്തളിൻ്റെ വാല് മുറിക്കൂലേ, അല്ലെങ്കിൽ സൈഡിലെ അത് കട്ട് ചെയ്യൂലേ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ചെറിയ മാന്തളല്ലേ, ഇതിനങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പുറത്തുള്ള അതിങ്ങനെ ചുരണ്ടി കളയുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യലില്ല. വാലൊന്നും കട്ട് ചെയ്യില്ല. ഇതിന് വാലൂടി കട്ട് ചെയ്താൽ പിന്നെ എന്തായാലും ഉണ്ടാവുക.
അപ്പം ചില ആൾക്കാരൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതെന്താ വാലൊന്നും മുറിക്കാതെ അങ്ങനെ ഇടണമെന്ന്. പക്ഷെ ഞാൻ ആദ്യം കട്ട് ചെയ്യലില്ല. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇതിൽ തിളച്ച് ചിന്തും. ഇത് ഞാൻ വറ്റിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയ ചട്ടിയാണ്. മീനൊക്കെ വറ്റിക്കാൻ നല്ല രസമല്ലേ, ഇങ്ങനത്തെ മൺചട്ടിയിൽ വെക്കാനാണ് നല്ലത്. മൺചട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. മൺചട്ടിയിൽ ആ ചെറിയ ചെറിയ ഓട്ടകൾ വരുന്ന അൽമണി ചട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ്. അങ്ങനത്തെ ചട്ടികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള ഇതുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് മൺചട്ടി തന്നെ എപ്പോഴും ഉപയോഗിക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇത് അതിനായിട്ട് പച്ചക്കറി ഉണ്ടാക്കാനും അതേപോലെ മീൻ വറ്റിക്കാനൊക്കെ വാങ്ങിയത് തന്നെയാണ്. ഞാനിതൊന്നും വാട്ടാതെ ഇട്ട് വെക്കുന്നത്. വലിയ ഉള്ളി ആയാലും തക്കാളി പച്ചമുളക് ഒന്നും വാട്ടണില്ല, ഒക്കെ നേരിട്ട് അതിൽ ചട്ടിക്ക് ഇട്ടുകൊണ്ട് അങ്ങനെ തന്നെ വെക്കുകയാണ്. വാട്ടിയില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാട്ടിയ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇത് പിന്നെ മസാലക്കറി ആയതുകൊണ്ട് തന്നെ വാട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ ഒന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ നമുക്കൊന്ന് വറവിട്ട് കൊടുത്താൽ മതി, ഒന്ന് തൂമ്പിച്ചെടുത്താൽ മതി. ചെറിയ ഉള്ളിയിൽ മൂപ്പിച്ചെടുത്താൽ മതി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ടെന്ന്. അതാണ്. അപ്പോൾ ഞാൻ ചട്ടി മാറ്റി കൊടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നി ഈ കറി ചിലപ്പോൾ തിളച്ച് ചിന്താൻ സാധ്യത ഉണ്ട്. വേഗം തിളച്ച് ചിന്തില്ല, കുറച്ചെങ്കിലും കറി ഇല്ല ഞാൻ പിന്നെ കൂട്ടാനും ഉണ്ടാവില്ല വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചട്ടി മാറ്റി കൊടുത്തതാണ്. കുറച്ചൊക്കെ ഉള്ളൊരു മടിപ്പണിയാണ് ഞാൻ എടുക്കണത് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ മിക്സിയിലൊന്നും ചതക്കണില്ല. മിക്സി ചതക്കാൻ കറണ്ടും ഇല്ല, അതുപോലെ തന്നെ ഉരലിലിട്ടുമല്ല ചതക്കണത്. ഞാനൊരു പാത്രത്തിട്ടിട്ടാണ് ചതച്ചെടുക്കണത്. ഇതേപോലെ തക്കാളിയും ഉള്ളിയും ഒന്നായിട്ട് നല്ലോണം ഞൗണ്ടി കൊടുത്താൽ കുറേയൊക്കെ അങ്ങനെ താളിപ്പോവും. പിന്നെ വല്ലാതെ ഒരുപാട് നേരത്തെ വേവൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മസാലക്കറി അല്ലേ, അപ്പം മസാല ഇടുന്നുണ്ട് ഞാൻ. മുളക് ഇടുന്ന കറിയിൽ ഞാൻ മുളക് പൊടി മാത്രമേ ഇടലുള്ളൂ കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇതിൽ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നത് മസാലക്കറി ആയതുകൊണ്ടാണ്. ഈ ഉപ്പ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ഉപ്പ് കയറിയിട്ടുണ്ടാവും കറിയിലെന്ന്. പക്ഷേ ഉപ്പ് കുറവേനി കേട്ടോ. പിന്നെ ഞാൻ ചോറ് തിന്നാൻ നേരത്തെ പിന്നെ ഇട്ട് കൊടുത്തതാണ് ഉപ്പ്. അപ്പോൾ പുളിയൊക്കെ ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ. എന്നാലും കറിൻ്റെ ആവശ്യത്തിന് കുറച്ച് വേണമല്ലോ. മറ്റേ ചട്ടിയിലാകുമ്പോൾ അതുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് പിന്നെ ചട്ടി മാറ്റി കൊടുത്തത്. പിന്നെ ഒരടുപ്പത്ത് ഞാൻ കാബേജ് വെക്കാനും മറ്റേത് കറി വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് മീൻ കുഴച്ചെടുക്കാൻ വിചാരിച്ച് ഒരിക്കാനുള്ള മീൻ കുഴച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാബേജ് വെക്കാനാണല്ലോ. നല്ല ചൂടായി കഴിഞ്ഞാൽ ഇതിൽ വേഗം ആവും. നമ്മൾ പച്ചക്കറി വെക്കുകയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ആവും. ഇങ്ങനത്തെ ചട്ടി ആകുമ്പോൾ അൽമണി ചട്ടീനെക്കാട്ടിയും ഉഷാറാണ് ഇങ്ങനത്തെ ചട്ടിയിൽ വെക്കണത് തന്നെ.
അപ്പോൾ ക്യാബേജിന് ഒരുപാട് നേരത്തെ വേവൊന്നും ഉണ്ടാവില്ല, നല്ലോണം ഒന്ന് മൂടി വെച്ചെടുത്താൽ മതി. പിന്നെ ഇത് ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ പപ്പായ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാൻ പോയിനി. അപ്പോൾ അതെടുത്ത് വന്നപ്പോഴത്തേന് ക്യാബേജ് കുറച്ചൊന്ന് അടി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറിയിൽ മീനിടാനുള്ള ടൈമായിട്ടുണ്ട്. കറി നല്ലോണം കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുക്കുന്നത്. പിന്നെ മാന്തളായതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കണം. വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ അത് വേവേറി കഴിഞ്ഞാൽ പിന്നെ കഷ്ണമായി പോകും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് അതിൻ്റെ കൂടെ നിന്നുകാണ്ട് അത് വാങ്ങി വെച്ചതിന് ശേഷം വേറെയുള്ള പണിക്ക് തിരിഞ്ഞാൽ മതി. അതിന് പണ്ടൊക്കെ നമ്മൾ ആപ്പില്ല എന്നൊക്കെ ഇവിടെ പറയല്, പ്ലാവിൻ്റെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ഗ്ലാസ് അതുപോലെ ചെമ്പട്ടിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടി ഉണ്ടാക്കി. പിന്നെന്താ അതെന്താ പ്ലേറ്റോ? പ്ലേറ്റിന് ഇവിടെ മടക്കണം, ഇവിടെ മടക്കണം. ഇങ്ങനെ മടക്കിയാണ്ട് പ്ലേറ്റ് ആക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ അടുത്ത വീട്ടിൽ പോയതേന് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ പിന്നെ തുടക്കാനുള്ള അതൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഷോക്കേസിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അത് ഒരു പാരൻറ്റ് തന്നതാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് സ്കൂളിൽ നിന്ന്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനതിലൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേബിൾ മേലൊക്കെ അങ്ങനെ വെക്കാൻ നല്ല രസമുണ്ടാവും വെച്ചാൽ. ഞങ്ങൾ ഷോക്കേസ് ഒന്നും നന്നാക്കാത്തതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മുകളിൽ അവിടെയും താഴെയൊക്കെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുകൾക്ക് കയറുകയാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു വട്ടം തുടച്ചിട്ടുള്ളൂ. മുകൾക്ക് പിന്നെ വല്ലാതെ ഉപയോഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ തുടക്കലില്ല. എന്നാലും തുടക്കും, 2-3-4 ദിവസം കഴിഞ്ഞാൽ അങ്ങനെ തുടക്കും. വല്ലാതെ ഒന്നും ചെളിയൊന്നും ഉണ്ടാവില്ല. 2 റൂമാണുള്ളത്. ഒന്ന് പിന്നെ ബെഡും കട്ടിലൊക്കെ ഉണ്ട്, ഒന്ന് കാലിയായി കിടക്കുകയാണ്. പിന്നെ ഒരു ബാത്റൂമും കൂടിയാണുള്ളത്. ബാത്റൂം ഓപ്പണാണ്, സിറ്റ് ഔട്ട് ചെയ്തിട്ടാണ്. ഞാൻ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോണമെന്നറിയില്ല. എൻ്റെ ചാനലിലുണ്ട്, ഹോം ടൂറുണ്ട്, ഈ വീടിൻ്റെ ഹോം ടൂർ. അപ്പോൾ ഇത് ഓപ്പണിൻ്റെ പുറത്തേക്കുള്ള ബാൽക്കണിയാണ്. അപ്പോൾ മേലത്ത് കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത് താഴത്താണ്. മുകളിൽ പിന്നെ വല്ലാതെ അഴുക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കണതുകൊണ്ട് തന്നെ ഉപയോഗിക്കണില്ലെങ്കിലും ഞാൻ ഇടയ്ക്ക് നന്നാക്കും അവിടെ. അങ്ങനെ നിലം തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ജോലി ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനൊക്കെ പൊരിച്ച് വെച്ച് ഗ്യാസും ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ പിന്നെ അയക്കാവില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലാണ്. അപ്പോൾ ഇനി മീനൊക്കെ പൊരിക്കുക, അതേപോലെ കറി തൂമ്പിക്കാണ്ട്, തൂമ്പിക്കുക എന്നിട്ട് ഞങ്ങളിവിടെയൊക്കെ പറയല്. അപ്പം പപ്പടം പൊരിക്കാണ്ട്, മീൻ പൊരിക്കാണ്ട് ഒക്കെ ഉണ്ട്. ഓരോന്നായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കുകയാണ്.
അപ്പോൾ കുറച്ച് മൈലാഞ്ചി ഊരിയിട്ട് അരക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മൈലാഞ്ചി ഊരിയെടുക്കുകയാണ്. ഞാൻ എല്ലാ സമയത്തും മൈലാഞ്ചി കൈമേൽ ഇടലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. മറ്റേ മൈലാഞ്ചി ഇടണ അത്ര പോലെ അങ്ങനെയൊന്നും വേഗം ചോക്കൊന്നുമില്ല. എന്നാലും പക്ഷേ ഞാൻ മറ്റേ അരക്കാത്ത മൈലാഞ്ചി ഞാൻ ഇടലില്ല കേട്ടോ. കടയിൽ നിന്നൊന്നും വാങ്ങണ മൈലാഞ്ചി ഞാൻ ഇടലില്ല. അത് വെള്ളം ചേരൂല, വെറുതെ അത് ഇട്ടിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് ഇടലില്ല. നമ്മളെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ളത് ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഇടലില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇടൽ. ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കൽ. അരച്ചെടുക്കാനൊന്നും പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ടൊക്കെ അമ്മിമ്മലല്ല ഇനിയോ. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ നല്ലപോലെ പേസ്റ്റായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും മിക്സിയിൽ തന്നെ ഇട്ട് അരച്ചെടുക്കൽ. കണ്ടില്ലേ, അതാണെങ്കിൽ നല്ല ചുവപ്പുള്ള മൈലാഞ്ചിയാണ് ഞാൻ കൈമേലിട്ടിട്ടുണ്ട്. ഞാനിട്ട് കുറച്ച് ചുവപ്പുകൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ അത്രയും സമയം കൈമേൽ വെച്ചപ്പോൾ ഇതിനുണ്ടല്ലേ കൈയൊക്കെ ചുവന്നതായിരുന്നു. ഉണ്ടാ നല്ല ചുവപ്പുള്ള മൈലാഞ്ചിയാണ്. പിന്നെന്താ പറയുക, നമ്മൾ ഈ മൈലാഞ്ചി അരക്കുമ്പോൾ അത് അരച്ച അപ്പം തന്നെ നമ്മൾ കൈമേലിടണം. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇനി ഇടാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുളിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇടുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മൈലാഞ്ചി ഇടാറുള്ളത്. ഇങ്ങനെ ഇട്ടിട്ട് എന്നോട് എല്ലാവരും പറയും ഇതെന്തിനാ ഇങ്ങനെ ഇടണേ, പിന്നെ ഒന്നായിട്ട് വൃത്തികേടാക്കി ആ നടുവിലുള്ളത് ഒഴിവാക്കി കൂടെ അങ്ങനെ ഇട്ടത് എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അങ്ങനെ മൈലാഞ്ചി വേസ്റ്റ് ആക്കാൻ ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെ കൈമേലിട്ട് തീർക്കാനാണ് ഇഷ്ടം. ബാക്കിയുള്ള മൈലാഞ്ചി ഫുള്ളും ഞാൻ തലയിൽ തേക്കലാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കൈമേൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഒറ്റ കൈയായിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ മൈലാഞ്ചി നല്ല ചോന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട്